വെൽക്കം ബാക്ക് ടു ലേണിംഗ് ന്യൂ. ഏപ്രിൽ 25 എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എക്സാമുകളുടെ ദിവസമാണ്. നമുക്ക് ഓൾറെഡി അതിന്റെ ഡേറ്റ് വന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കുറേ അധികം പരീക്ഷകൾ ഒറ്റ ദിവസം ഒരേ സിലബസിൽ നടക്കുകയാണ്. അപ്പൊ അത് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കുള്ളത്, ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ, ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ, സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ, ലൈൻമാൻ. കാറ്റഗറി നമ്പേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരെ ഇപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. കൺഫർമേഷൻ കൊടുക്കാൻ വിട്ടുപോകരുത്. അപ്പൊ ഇത്രയും കാറ്റഗറികളിലേക്കുള്ള എക്സാംസ് ഏപ്രിൽ 25 ഒറ്റ പരീക്ഷയായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ സിലബസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മൾ അതിന്റെ സിലബസ് ഡിസ്കഷൻ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കാം. ആ ഒരു പാറ്റേണിൽ നമ്മൾ പഠിച്ചാൽ മതി. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതിന് നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് മുതൽ, അത് ജാനുവരി 29 മുതൽ പഠിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. എല്ലാ മോഡ്യൂൾസും പഠിക്കാനും അത് റിവൈസ് ചെയ്യാനും അതിന്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനും ഒക്കെയുള്ള ടൈം ഇതിൽ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ജാനുവരി 29 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ ക്രാഷ് കോഴ്സും പോകുന്നത്. ഓക്കെ, അപ്പൊ ഓൾറെഡി നമ്മൾ ഇതിന്റെ കോച്ചിങ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബാച്ചിലുള്ളവരൊക്കെ നേരത്തെ പഠിച്ചു തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഫ്രഷ് ആയിട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും, അതല്ല ഇനിയിപ്പോ എക്സാം ഡേറ്റ് വന്നില്ല ഇനി പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. ഇതിൽ നമ്മൾ സിലബസ് അനുസരിച്ച് ലെക്ചേഴ്സും MCQസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനും PDF നോട്ട്സും ടെസ്റ്റ് സീരീസും എല്ലാം ഉണ്ടാവും. കംപ്ലീറ്റ് കോഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റഡി പ്ലാൻ നോക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ കോഴ്സുകൾ ഒരു ഡീറ്റെയിൽസും കൂടെ ഞാൻ പറയാം. നമ്മുടെ കോംബോ ക്രാഷ് കോഴ്സ്, അത് ഇത്രയും എക്സാംസിന് ഒരുമിച്ചായതുകൊണ്ട് നമ്മൾ അതിനെ കോംബോ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. സോ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജാനുവരി 29 മുതൽ നമ്മളിപ്പോ പറയാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇതിലെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ആ പാറ്റേണിൽ നിങ്ങൾക്ക് പഠിച്ചു വരാം. എല്ലാ വീക്കെൻഡിലും ടെസ്റ്റുകൾ ഉണ്ടാവും. അതാത് ആഴ്ചകളിൽ നമ്മൾ ഏത് മോഡ്യൂളാണോ എടുത്തത് അതിന്റെ ടെസ്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഇതെല്ലാം നമുക്ക് ക്ലാസ്സുകൾ വേണ്ട, നമ്മുടെ MCQസും നോട്ട്സിന്റെ PDF ടെസ്റ്റ് സീരീസും മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ കോഴ്സ് ജോയിൻ ചെയ്യാം. സ്പെഷ്യൽ കോഴ്സിൽ ജോയിൻ ചെയ്താൽ ലെക്ചേഴ്സ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത് സ്റ്റഡി പ്ലാനിലൊന്നും വരില്ല. ഓൾറെഡി മെറ്റീരിയൽസ് നമുക്ക് ഇതിൽ അപ്ലോഡഡ് ആയിരിക്കും. കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിക്കാം. ഇനി ടെസ്റ്റ് സീരീസ് മാത്രം മതി, നമ്മൾ വേറെ സോഴ്സ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്, നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് കോഴ്സ് മാത്രമായിട്ടും പർച്ചേസ് ചെയ്യാം. അപ്പൊ 3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ചോയ്സ് ആണ്, ഏതെടുത്തിട്ടാണെങ്കിലും പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാൻ നോക്കാം. ഓക്കെ, നമ്മളൊരു ഏകദേശം ഒരു 85 ഡേയ്സ് അറൌണ്ട് വരുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ പഠിക്കാനും റിവൈസ് ചെയ്യാനും മോക്ക് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ജാനുവരി 29 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സീ ഹിയർ M1, M2, M3, M4, M5, M6, M7, M8, M9, M10 മോഡ്യൂൾസ് ആണ്. ഓരോ മോഡ്യൂളും ഓരോ വീക്ക് വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ജാനുവരി 29 ടു ഫെബ്രുവരി 3, ഇത് മൺഡേ ടു സാറ്റർഡേ എന്നുള്ളതാണ് ഓർഡർ. സോ മൺഡേ ടു സാറ്റർഡേ നമ്മൾ ഫസ്റ്റ് മോഡ്യൂള്, ദെൻ ഫെബ്രുവരി 4 റെഡിൽ കൊടുത്തിരിക്കുന്നതെല്ലാം സൺഡേസ് ആണ്. സൺഡേസിലൊക്കെ നമ്മൾ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അതാത് ആഴ്ചയിൽ ഏത് മോഡ്യൂൾ ആണോ നമ്മൾ പഠിച്ചത് അതിന്റെ മോക്ക് ടെസ്റ്റ് ആണ് ഈ സൺഡേസിൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാ മോഡ്യൂൾസും നമുക്കറിയാം സിലബസിലെ ഈക്വൽ വെയിറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ മോഡ്യൂൾസിനും നമ്മൾ 6 ഡേയ്സ് പഠിക്കാനും, ദെൻ 7th ഡേ ആ ആഴ്ചയിൽ ഇപ്പൊ ഏതെങ്കിലും ദിവസം നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ആഴ്ചയിലത്തെ അത് പഠിക്കാനും ഒപ്പം മോക്ക് ടെസ്റ്റ് ചെയ്യാനും, റിവൈസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. Then February 5th മുതൽ മോഡ്യൂൾ 2, ഫെബ്രുവരി 12th മുതൽ 17th വരെ മോഡ്യൂൾ 3, ഫെബ്രുവരി 19 to 24 മോഡ്യൂൾ 4, ഫെബ്രുവരി 26 to March 2 മോഡ്യൂൾ 5, March 4 to March 9 മോഡ്യൂൾ 6, March 11 to 16 മോഡ്യൂൾ 7, 18 to 23 മോഡ്യൂൾ 8, March 25 to March 30 മോഡ്യൂൾ 9, ആൻഡ് ഏപ്രിൽ 1 to 6 ആകുമ്പോഴത്തേക്ക് നമ്മുടെ മോഡ്യൂൾ 10 വരെ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഏപ്രിൽ ഫസ്റ്റ് വീക്കോട് കൂടി നമ്മുടെ എല്ലാ മോഡ്യൂൾസും കൃത്യമായി പഠിക്കുകയും ഒരു പ്രാവശ്യം റിവിഷനും കഴിഞ്ഞിട്ടുണ്ടാവും. ഫൈൻ, ഇനി നമ്മൾ ഇതിന്റെ റിവിഷനിലേക്ക് പോവുകയാണ്. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏപ്രിൽ 8 മുതൽക്കുള്ള ദിവസങ്ങൾ നമുക്ക് റിവിഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഈ പറഞ്ഞതുപോലെ വിഷു വരുന്നുണ്ട്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുന്നുണ്ട്, ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്നുണ്ട്, വെക്കേഷൻ ടൈം ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ദിവസം പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ ഒരു പീരീഡ് യൂസ് ചെയ്യാം.
ഓരോ ദിവസം നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് അടുത്ത ദിവസം പഠിക്കുക എന്നുള്ള രീതിയിൽ. മൊഡ്യൂൾ 1 to 10 വരെ നമുക്ക് റിവൈസ് ചെയ്യാൻ നമ്മൾ ഓരോ ദിവസം വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നേരത്തെ പഠിച്ചത് ഏതെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പഠിക്കാൻ ഏതെങ്കിലും പോർഷൻ വിട്ടു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ സമയത്ത് ചെയ്യാം. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് ഈ സമയത്ത് റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഓരോ മോഡ്യൂൾ വൈസ് റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. ദെൻ പിന്നെ വരുന്ന ഒരു 5 ഡേയ്സിൽ നമുക്ക് ഒരു കമ്പൈൻഡ് മോക്ക് ടെസ്റ്റ്, രണ്ട് മോഡ്യൂൾസ് ചേർന്നിട്ടുള്ള മോക്ക് ടെസ്റ്റും ദെൻ ഒരു ഫൈനൽ ടെസ്റ്റ്, എല്ലാ മോഡ്യൂൾസിന്റെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫൈനൽ ടെസ്റ്റും ലാസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാൻ. ഇതേ പ്ലാനിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്ത് പഠിക്കാം. കൃത്യമായി നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനും റിവൈസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ടൈം ആയിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കംപ്ലീറ്റ് ക്രാഷ് കോഴ്സിൽ, കോംബോ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതേ പ്ലാനിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പൊ അത് കറക്റ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതല്ല നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുവാണ്, ഇപ്പൊ നമ്മുടെ MCQസും അതുപോലെ നോട്ട്സും PDF മാത്രം മതി, ടെസ്റ്റ് സീരീസും മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ കോഴ്സിലും ജോയിൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, എനിവേ ഇത് നല്ലൊരു ചാൻസ് ആണ്. ഇത്രയും എക്സാംസിന് ഒരുമിച്ച് ഒരു എക്സാം എന്നുള്ളത് ഒറ്റ പഠനം മതിയല്ലോ. അപ്പൊ എന്താണെങ്കിലും നമ്മൾ പഠിക്കുന്നത് നല്ല രീതിയിൽ പഠിക്കുക, ബെസ്റ്റ് ആയിട്ട് പഠിക്കുക. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. താങ്ക് യു.